A player kicks a ball off at a speed of 20 meters per second so that its horizontal range is maximum. Another player 24 meters away in the direction of kick starts running in the same direction at the same instant of it. If he has to catch the ball just before it reaches the ground, he should run with a velocity equal to G നെ 10 എടുത്തോളം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ സാഹചര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് what we can say is ഒരു ബോളിനെ കിക്ക് ചെയ്തിട്ട് 20 മീറ്റർ പെർ സെക്കൻഡിൽ കിക്ക് ചെയ്യുന്നുണ്ട്. അതിന്റെ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആണ്. ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം ആവുന്ന രീതിയിലാണ് ബോളിനെ കിക്ക് ചെയ്യുന്നത് അല്ലെ. അങ്ങനെയാണെങ്കിൽ റേഞ്ച് മാക്സിമം ആവുന്ന രീതിയിൽ ബോളിനെ കിക്ക് ചെയ്യുക. ആ ബോൾ കിക്ക് ചെയ്തിട്ട് ആ ബോൾ ഇങ്ങനെ പോയി വീണ് വിചാരിച്ചോ. എത്ര ആംഗിളിൽ പ്രൊജക്ട് ചെയ്യുമ്പോഴാണ് റേഞ്ച് മാക്സിമം ആവുക? പ്രൊജക്ട് ചെയ്യുന്ന ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 45 ഡിഗ്രി ആവുമ്പോഴാണ് റേഞ്ച് മാക്സിമം ആവുക നമുക്കറിയില്ലേ? ആണോ? അപ്പൊ ഹൊറിസോണ്ടൽ റേഞ്ച് മാക്സിമം എന്ന് പറയുന്നതിനോട് ഇൻഡയറക്റ്റ് ആയിട്ട് 45 ഡിഗ്രിയിലാണ് പ്രൊജക്ട് ചെയ്തത്. ഡൗട്ട് ഉണ്ടോ? ഇല്ല. അപ്പൊ ആ സബ്സ്റ്റൻസ് ഇതാ ഇവിടെ പോയി വീണു. ഇനി another player 24 meter away in the direction of kick. അപ്പം നമ്മളുടെ ഫസ്റ്റ് പ്ലെയർ ഇതാ ഇവിടെയാണ് നിൽക്കുന്നത്. ദ സെക്കൻഡ് പ്ലെയർ എവിടെയാണ് നിൽക്കുന്നത്? ആ കിക്ക് ചെയ്ത ഡയറക്ഷന് 24 മീറ്റർ അവേ ആണ് അല്ലെ? ആണോ? അപ്പം സെക്കൻഡ് പ്ലെയർ ഇവിടെയാണ് നിൽക്കുന്നത്. ആണോ? എത്ര ദൂരത്ത്? 24 മീറ്റർ ദൂരത്ത് അല്ലെ? ആണ്. പിന്നെ starts running in the same direction at the same instant of hit. അപ്പം ഇയാൾ എന്ത് ചെയ്യാൻ തുടങ്ങി? ഓടാൻ തുടങ്ങി. ഒരു വെലോസിറ്റിയിൽ ഓടാൻ തുടങ്ങി. എന്നിട്ട് എന്ത് ചെയ്ത്? If he has to catch the ball just before it reaches the ground, ബോള് ഗ്രൗണ്ടിൽ എത്തുന്നതിന് മുന്നേ അയാൾ ക്യാച്ച് ചെയ്യണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്നാല് ഈ ദൂരം അല്ലേ? ഏത് ദൂരം? We can say this distance is range. ആണോ? ഇത് റേഞ്ച് ഓഫ് പ്രൊജക്ടൈൽ ആയിരിക്കൂലേ? Yes sir. റേഞ്ച് 45 ഡിഗ്രി ആവുമ്പോൾ മാക്സിമം ആണ്. മാക്സിമം എന്ന് പറയുന്നത് u²/g, u² sin 2 θ/g ഒക്കെയാണ്. തീറ്റ 45 ഡിഗ്രി ആവുമ്പോൾ sin 2 θ ഒക്കെ ആയിട്ട് ഇങ്ങനെ ആവൂലേ? ഇത് പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? Yes sir. അപ്പൊ u എത്രയാ? u 20 മീറ്റർ പെർ സെക്കൻഡ് ആണ് തന്നിട്ടുണ്ട് അല്ലേ? അപ്പം 20² എന്ന് പറയുന്നത് 400 ഡിവൈഡഡ് ബൈ 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 40. അപ്പൊ ഈ പച്ച കളറിൽ കാണിച്ചിരിക്കുന്ന ദൂരം എത്രയാ? 40 മീറ്റർ ആണ്. കുഴപ്പമുണ്ടോ? 40 മീറ്റർ. കുഴപ്പമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ ദാ ഈ ദൂരം എത്രയായിരിക്കും? ഈ ദൂരം 24 മീറ്റർ, മൊത്തം ദൂരം 40 മീറ്റർ. അപ്പൊ ഈ ദൂരം എത്രയായിരിക്കും? 16 മീറ്റർ. 16 അല്ലെ? 40 മൈനസ് 24 ദാറ്റ് ഈസ് ഈക്വൽ ടു 16 മീറ്റർ. കുഴപ്പമില്ലല്ലോ. അപ്പൊ നമ്മളുടെ സെക്കൻഡ് പേഴ്സണിന് ട്രാവൽ ചെയ്യേണ്ട ദൂരം എത്രയാന്നുള്ളത് കിട്ടി. സെക്കൻഡ് പേഴ്സണിന് ട്രാവൽ ചെയ്യേണ്ട ഡിസ്പ്ലേസ്മെന്റ് എത്രയാ? 16 മീറ്റർ. അയാൾ എന്ത് ചെയ്യണം? ഈ ബോള് നിലത്തെത്തുമ്പോഴേക്കും പിടിക്കണം. വേണ്ടേ? അങ്ങനെയാണെങ്കിൽ ബോള് എത്ര ടൈമിനോണ്ടാ നിലത്തെത്തുക വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിച്ചാൽ പോരെ? ബോള് എത്ര ടൈമിനോണ്ടാ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കുക. ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ? 2u sin θ/g. u sin θ അല്ലല്ലോ, 2u sin θ/g അല്ലേ ടൈം ഓഫ് ഫ്ലൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 into u എത്രയാ? 20 അല്ലേ? ഇൻറ്റു സൈൻ തീറ്റ എന്ന് പറയുന്നത് sin 45. sin 45 എത്രയാ? 1/√2 അല്ലേ? ഡിവൈഡഡ് ബൈ g നമുക്ക് 10 എടുക്കാം. അപ്പൊ ഇത് വെട്ടി. ഇനി √2ഉം 2ഉം വെട്ടിയിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? 2√2 എന്ന് കിട്ടുമോ? ആണോ? അല്ലെ? ഒരു √2ഉം 2ഉം വെട്ടിയിട്ടുണ്ടായി. ടൈം ഓഫ് ഫ്ലൈറ്റ് എന്ത് കിട്ടി? 2√2 എന്നും കിട്ടി.
അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും ഇയാള് ട്രാവൽ ചെയ്യേണ്ട ടൈമും അത് തന്നെയല്ലേ. രണ്ടാമത്തെ ആള് ഓടാൻ എടുക്കുന്ന ടൈമും അത് തന്നെയാണ്. കാരണം എന്താ, ബോൾ അവിടെ വരുത്തുമ്പോ തന്നെ ബോൾ അടിച്ച സമയത്ത് തന്നെയാണ് ഇയാൾ ഓടുന്നത് അല്ലെ. അനദർ പ്ലെയർ റണ്ണിങ് ഇൻ ദ സെയിം ഡയറക്ഷൻ ദ സെയിം ഇൻസ്റ്റന്റ് ഓഫ് ഹിറ്റ് എന്ന് പറഞ്ഞില്ലേ. അപ്പം അടിച്ച സമയത്ത് തന്നെ ഓടുന്നുണ്ട്. പിന്നെ അയാൾ ബോൾ ഇവിടെ എത്തുമ്പോഴേക്കും പിടിക്കും വേണം. അപ്പൊ ടൈം അയാൾ ഇവിടെ എത്താൻ എടുക്കേണ്ട ടൈം എത്രയാണ്? 2√2 സെക്കൻഡ്. അങ്ങനെയാണ് വെലോസിറ്റി കണ്ടുപിടിക്കണം. എന്ത് ചെയ്താൽ ഡിസ്പ്ലേസ്മെന്റ് ബൈ ടൈം. വെലോസിറ്റി ഈസ് ഈക്വൽ ടു 16 ഡിവൈഡഡ് ബൈ 2√2. കുഴപ്പമുണ്ടോ അല്ലേ? അപ്പൊ എത്രയാ? 8/√2. 8/√2 എന്ന് പറയുന്നതിന് എന്താക്കാം? 4 into 2 ചെയ്യാം ഡിവൈഡ് ബൈ √2, അതായത് 4√2 ആണോ? ആണോ? Yes sir. അപ്പൊ 4√2 എന്ന് പറയുന്ന ഏതാ ഓപ്ഷൻ? For the correct option B. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്യുന്നാല് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എല്ലാം എടുത്തുകൊണ്ട് വരുന്നു കേട്ടോ. കുറച്ച് ചിന്തിക്കേണ്ട ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയത്. കാര്യം മനസ്സിലാവുണ്ടോ? പക്ഷെ രസകരമായ ക്വസ്റ്റ്യൻ. Is this clear? ക്ലിയർ ആണോ? Yes sir. മനസ്സിലായില്ലേ? Yes sir. Yes. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇതിനെ ക്ലിയർ ചെയ്യട്ടെ. Shall I clear all the drawings? ഒറ്റ മിനിറ്റ് sir. Okay sir. Okay. ഇനി അടുത്ത കാര്യം. If I have to speak about the next situation, ഇത് 4√2 അല്ലേ? ആണ്. A ball is thrown from the top of a tower with an initial velocity of 10 meters per second at an angle of 30 degrees with the horizontal. If it hits the ground at a distance of 17.3 meters from the base of the tower, the height of the tower is. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെ ഒരു ടവർ ഉണ്ട് എന്ന് സങ്കല്പിക്കാം. ഇതാണ് നമ്മളുടെ ടവർ. ആ ടവറിന്റെ മുകളിൽ നിന്ന് എന്ത് ചെയ്തു? ഒരു ബോളിന് എന്ത് ചെയ്തു? 10 meters per second 30 ആംഗിളിൽ പ്രൊജക്ട് ചെയ്തു അല്ലെ. അപ്പം ഇങ്ങനെ u is equal to 10 ആണ്. ആംഗിൾ എത്രയാ? 30 അല്ലെ. u is equal to 10 meters per second 30 degree ആംഗിളിൽ പ്രൊജക്ട് ചെയ്തു. If it hits the ground at a distance of 7.3 meters from the base of the tower. അപ്പം ബേസ് ഓഫ് ദ ടവറിൽ നിന്ന് എത്ര മീറ്ററിലാണ് അത് ഗ്രൗണ്ടിൽ ടച്ച് ചെയ്യുന്നത്? 17.3 അല്ലേ? ആണോ? കുഴപ്പമില്ലല്ലോ. അപ്പൊ x ഡിസ്റ്റൻസ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. ദ ഹൈറ്റ് ഓഫ് ദ ടവർ. അപ്പം നമ്മളോട് ചോദിച്ചിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ടവറിന്റെ ഹൈറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ ഇത്രയാണ് സങ്കല്പിക്കേണ്ടത്. ഇങ്ങനെ എറിയുന്ന ഒരു ബോള് ദാ ഇങ്ങനെ 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 പോയിട്ട് ഇവിടെ എവിടെയെങ്കിലും പോയി വീഴും അല്ലെ. ആണോ? അങ്ങനെയാണ് ഈ മൊത്തം ദൂരമാണ് ഒരു തന്നിരിക്കുന്നത്. എത്രയാ? 17.3 മീറ്റർ അല്ലെ. അപ്പൊ ഇനി ഇതില് നിങ്ങൾ ഓർത്തു വെക്കേണ്ട കാര്യങ്ങൾ ഇത്രയേ ഉള്ളൂ. നമ്മള് ഇവിടെ എക്സ് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x is equal to u cos theta t എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ടോ? Yes sir. Yes. y is equal to u sin theta t minus half gt square എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ പഠിച്ചതായിട്ട് ഓർക്കുന്നില്ലേ? ഇല്ലേ? Yes sir. ഇവിടെ തീറ്റ എത്രയാ? ഇവിടെ തീറ്റ is equal to 30 ഡിഗ്രി ആണ്. ആണല്ലോ. u എത്രയാ? 10 meters per second. അങ്ങനെയാണെങ്കിൽ x is equal to u cos theta t എന്നുള്ള ഇക്വേഷനിൽ നമുക്ക് ഈ തന്ന ഡാറ്റാസ് ഇവിടെ x ഡിസ്റ്റൻസ് എത്രയാ? 17.3 അല്ലേ. u എത്രയാ? 30 ആണോ? 10 meters.
ആംഗിൾ 30 അല്ലെ? ആംഗിൾ 30 ശരിയല്ലേ? അങ്ങനെയാണ് ഇവിടെ ഞാൻ ഇതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ 17.3 ഇസ് ഈക്വൽ ടു 10 cos 30 into t എന്ന് എഴുതിക്കൂടെ? cos 30 എത്രയാ? √3/2 √3/2 അല്ലെ? അങ്ങനെയാണെങ്കിൽ 17.3 into 10 into √3 എന്ന് പറയുന്നത് 1.732 അല്ലേ? ആണോ? യെസ് സർ. അപ്പൊ 1.73/2 എന്ന് എഴുതട്ടെ. √3/2 എന്നുള്ളതിനെ 1.73/2 എഴുതിക്കൂടെ? യെസ് സർ. അങ്ങനെയാണ് 10 into 1.73 എന്ന് പറയുന്നത് 17.3 അല്ലേ? ആണോ? 10 into 1.73 17.3 ആണ്. അപ്പൊ ഈ ഒരു 17.3യും ഈ 17.3യും ഇവിടെ ക്യാൻസൽ ആക്കാം. ഇത് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ therefore നമുക്ക് t is equal to എന്ത് കിട്ടും? 2 ആണോ? ഈ 2 ഇങ്ങോട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ t is equal to 2 എന്നല്ലേ കിട്ടാം? യെസ് സർ. അപ്പൊ ടൈം is equal to 2 സെക്കൻഡ് എന്നുള്ളത് കിട്ടി. ഇനി h എന്ന് പറയുന്നത് y ഡിസ്റ്റൻസ് ആണോ x ഡിസ്റ്റൻസ് ആണോ? y ഡിസ്റ്റൻസ്. y ഡിസ്റ്റൻസ്. അപ്പൊ ഈ y ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്ന ഈ ഇക്വേഷനിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ y is equal to നമുക്ക് ഇപ്പൊ കിട്ടിയ സാധനങ്ങൾ u എത്രയാ? 10. പിന്നെ സൈൻ എന്ത്? സൈൻ 30 into t എത്രയാ? 2 മൈനസ് ഹാഫ് ജി ഇൻറ്റു ഇപ്പൊ ടി കിട്ടിയില്ല നമുക്ക്. ടി സ്ക്വയർ എന്ന് പറയുന്നത് 2 സ്ക്വയർ അല്ലേ? കുഴപ്പമുണ്ടോ? ജീനെ ഞാൻ 10 എന്നാക്കട്ടെ അല്ലേ? ഡൗട്ട് ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ സൈൻ 30 1/2 ആണ്. 1/2 2 വെട്ടിപ്പോവും. അപ്പൊ 10 മൈനസ് എന്ത്? ഇവിടെ 5 into 4 കിട്ടും അല്ലെ? 5 into 4 എത്രയാ? 20. 10 മൈനസ് 20 എന്ന് പറയുന്നത് എന്താ? മൈനസ് 10 അല്ലേ കിട്ടുക? യെസ് സർ. യെസ്, ദിസ് ഇസ് യുവർ ആൻസർ. ഈ മൈനസ് 10 എന്ന് കിട്ടാൻ കാരണം എന്താ പറഞ്ഞാല് നമ്മളെ ഒറിജിനിൽ നിന്ന് മേലോട്ടേക്കാണോ താഴത്തേക്കാണോ ഡിസ്പ്ലേസ്മെന്റ്? ഒറിജിനിൽ താഴത്തേക്കുള്ള ഡിസ്പ്ലേസ്മെന്റ് ആയതുകൊണ്ടാണ് ഈ ഡിസ്പ്ലേസ്മെന്റ് എന്ത് കിട്ടിയത്? മൈനസ് 10 എന്ന് കിട്ടിയത്. പക്ഷെ ഇവിടെ ന്യൂമറിക്കൽ ആൻസർ പോരെ? യെസ് സർ. അപ്പൊ ഏതാ ആൻസർ? 10 meter. 10 meter. Is this clear to you? Clear ആണോ? Yes sir. Yes. Clear അല്ലേ എല്ലാവർക്കും? എല്ലാവരോടും ആണ്? Yes sir. Yes. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യം ഞാൻ ഇതിനെ ക്ലിയർ ചെയ്യണേ. Shall I clear all the drawings? Yes sir. Yes, I'm just clearing all the drawings. Then we are moving on to our next question. Minus 10 meter, അതുകൊണ്ട് 10 meter. The ceiling of a hall is 40 meter high. For maximum horizontal distance, the angle at which the ball may be thrown with the speed of 56 meter per second without hitting the ceiling of hall is. അപ്പം ഈ ചോദ്യത്തിൽ നമ്മളോട് എന്താ ചോദിച്ചത്? For maximum horizontal distance, അതായത് maximum horizontal range, the angle at which the ball may be thrown with a speed of 56 meter per second. നമ്മളോട് ചോദിച്ചിരുന്നത് റേഞ്ച് മാക്സിമം ആവാൻ വേണ്ടിയിട്ട് ഏത് ആംഗിളിലാണ് എറിയേണ്ടത്? നമ്മൾ ഇതിലായിട്ടും പഠിച്ച സാധനം എന്താ? റേഞ്ച് മാക്സിമം ആവാൻ വേണ്ടി 45 ഡിഗ്രി ആംഗിളിലാണ് എറിയേണ്ടത് എന്നുള്ളത് കുറച്ച് മുന്നേ പറഞ്ഞില്ലായിരുന്നോ? പറഞ്ഞിട്ടില്ലേ? പക്ഷെ അത് ഇവിടെ അപ്ലിക്കബിൾ അല്ല. കാരണം എന്താ? ഇവിടെ നമ്മൾ എറിയുന്നത് എവിടുന്നാണ്? ഒരു ഹോളിന്റെ ഉള്ളിൽ നിന്നാണ് ബോളിന് എറിയുന്നത്. ഒരു ഹോളിന്റെ ഉള്ളിൽ നിന്ന് ബോളിന് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോൾ എത്ര മീറ്റർ പൊന്തുന്നുണ്ട്? മാക്സിമം ഓഫ് 40 meter. 40 മീറ്റർ ഹൈ വേണേ പൊന്താൻ പറ്റും അല്ലെ ബോളിന്? അതായത് നിങ്ങളിപ്പോ ഇങ്ങനെ സങ്കല്പിക്കുകയാണ്, ഇതാണ് ഒരു ഹോള്. ആ ഹോളിന്റെ ഉള്ളിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ബോളിന് എറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ
45 ഡിഗ്രിയിൽ നമ്മൾ ബോളിന് എറിഞ്ഞ് വിചാരിച്ചു. 45 ഡിഗ്രിയിൽ ബോളിന് എറിഞ്ഞിട്ടുണ്ടെങ്കിൽ ബോള് ചിലപ്പം എന്ത് ചെയ്യും, സീലിങ്ങിന്റെ മേലെ തട്ടിപ്പോവും, തട്ടിയിട്ട് താഴത്തേക്ക് വന്നു. അപ്പൊ അത് വരുമോ എന്നുള്ളത് നോക്കണം. അത് വരുമോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ എന്താ? റേഞ്ചിന്റെ ഇക്വേഷൻ യു സ്ക്വയർ സൈൻ 2 തീറ്റ ബൈ ജി ആണെങ്കിൽ നമുക്ക് മാക്സിമം റേഞ്ചിന്റെ ഇക്വേഷൻ യു സ്ക്വയർ ബൈ ജി എന്ന് പഠിച്ചിട്ടില്ലേ? ഉണ്ടോ? അപ്പൊ നമ്മൾ ഇവിടെ 56 സ്ക്വയർ ഡിവൈഡഡ് ബൈ ജി എടുക്കാം അല്ലേ? അത് 40നേക്കാൾ എത്രയാണെന്നുള്ളത് 56 സ്ക്വയർ ഡിവൈഡ് ബൈ ജി എത്ര കിട്ടും? 56 സ്ക്വയർ ഡിവൈഡ് ബൈ ജി എന്ന് എഴുതി വെക്കട്ടെ വെറുതെ. ഇതാണ് മാക്സിമം റേഞ്ച്. ആ മാക്സിമം റേഞ്ചും ഹൈറ്റും നമ്മൾ എന്താ? h is equal to r by 4 എന്ന് പഠിച്ചിട്ടില്ലേ? തീറ്റ 45 ഡിഗ്രി ആവുമ്പോ h r നമ്മളെ ബന്ധം h is equal r by 4. ഓർമ്മ ഉണ്ടോ? ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്ത് ചെയ്യാ? 56 സ്ക്വയർ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 4 ഇൻറ്റു ജിക്ക് വരാൻ 10 എന്ന് കൊടുക്കല്ലേ? അപ്പൊ 56 സ്ക്വയർ ഡിവൈഡഡ് ബൈ 40 എന്ന് പറയുന്നത് 40നേക്കാൾ വലുതാണോ ചെറുതാണോ? അത്ര മാത്രം നോക്കിയാൽ മതി. 56 സ്ക്വയർ ഡിവൈഡഡ് ബൈ 40 എന്ന് പറയുന്നത് ഒബ്വിയസ്ലി 40നേക്കാൾ വലുതാണ്, ശരിയല്ലേ? അപ്പൊ നമുക്ക് 45 ഡിഗ്രിയിൽ എറിയാൻ പറ്റില്ലല്ലോ. അപ്പൊ 45 ഡിഗ്രിയിൽ എറിയാൻ പറ്റുമോ? നോ സർ. ഇല്ല. അപ്പം നമുക്ക് ആ കാര്യം മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര ഹൈറ്റ് വരെ പൊന്താം? ഈ 40 മീറ്റർ എന്ന് പറയുന്നത് നമുക്ക് കിട്ടാൻ പറ്റുന്ന മാക്സിമം ഹൈറ്റ് ആണ്, ആണല്ലോ അല്ലേ? എച്ചിനുള്ള ഇക്വേഷൻ എന്താ? എച്ചിനുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിരിക്കുന്നത് h is equal to u സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2g എന്നല്ലേ പഠിച്ചത്? ആണോ? ആണ്. അങ്ങനെയാണ് എച്ചിന് പകരം എന്ത് കൊടുക്കുക? 40 is equal to u സ്ക്വയർ. u സ്ക്വയർ എന്ന് പറയുന്നത് u എത്രയാ? 56. അപ്പം 56 സ്ക്വയർ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 56ഉം 9.8 മൾട്ടിപ്പിൾ ആണോ? അതായത് ഞാൻ ഇവിടെ 9.8 എന്ന് എടുക്കട്ടെ കേട്ടോ. എനിക്ക് തോന്നുന്നത് വെട്ടിപ്പോവാൻ സാധ്യത ഉണ്ടെന്ന്. ഇങ്ങനെ എഴുതി. ഇതിൽ നിന്ന് ക്യാൻ ഐ ഫൈൻഡ് ഔട്ട് സൈൻ സ്ക്വയർ തീറ്റ? സൈൻ സ്ക്വയർ തീറ്റ കിട്ടൂലേ? ഇല്ലേ? കിട്ടും. അപ്പം സൈൻ സ്ക്വയർ തീറ്റന്റെ വില കണ്ടുപിടിക്കുക. അത് ഒരു സോല്യബിൾ ഫോമിലായിരിക്കും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടെ 25, 30, 45, 60 എന്നൊക്കെ അല്ലേ തന്നത്, അല്ലേ? ഇനി 45 ഡിഗ്രി ആംഗിളിൽ എറിഞ്ഞാൽ സീലിങ്ങിന് തട്ടിയെങ്കിൽ, സീലിങ്ങിന് തട്ടാണ്ട് എറിയണമെങ്കിൽ ഒബ്വിയസ്ലി എന്ത് ചെയ്യണം? 30യോ 25 ഡിഗ്രിയോ ആംഗിളിൽ എറിയാൻ പറ്റുള്ളൂ. കാരണം 60 ഡിഗ്രി ആംഗിൾ എറിഞ്ഞാൽ എന്തായാലും സീലിങ്ങിന് തട്ടും അല്ലേ? 45 ഡിഗ്രി ആംഗിൾ എറിഞ്ഞാൽ സീലിംഗ് തട്ടുന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കായി 60 ഡിഗ്രി ആംഗിൾ എറിഞ്ഞാൽ പിന്നെ എന്തായാലും സീലിങ്ങിന് തട്ടൂലേ? തട്ടുമോ? യെസ്. അങ്ങനെയാണെങ്കിൽ തീറ്റ 30 ഡിഗ്രി എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആൻസർ 40ലേക്ക് എത്തുന്നുണ്ടോ? അതായത് റിവേഴ്സ് കാൽക്കുലേഷൻ നോക്കുകയാണെങ്കിൽ തീറ്റ 30 ഡിഗ്രി എന്ന് കൊടുക്കുകയാണെങ്കിൽ ആൻസർ 40ലേക്ക് എത്തുന്നുണ്ടോ നോക്ക്. അല്ലെങ്കിൽ ഇതിന്റെ ആൻസർ എന്താ നോക്ക്. ഓക്കെ, ഞാനിത് എന്ത് ചെയ്യാന്ന് ഞാൻ ഇതൊന്ന് നേരെ താഴേക്ക് നോക്കട്ടെ. ഞാൻ ഇവിടെ കാൽക്കുലേഷൻ ചെയ്യാൻ എനിക്ക് മടിയുള്ളത് കൊണ്ട് ഐ എം ജസ്റ്റ് സ്ക്രോളിംഗ് ഇറ്റ് ഡൗൺവേർഡ്. ഇവിടെ സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ ടു 1/4 എന്ന് കിട്ടും. ഓക്കെ, നിങ്ങൾ സിംപ്ലിഫൈ ചെയ്ത് നോക്ക്. സൈൻ സ്ക്വയർ തീറ്റ ഈക്വൽ 1/4 എന്ന് നിങ്ങൾക്ക് കിട്ടാൻ മതിയാവും. 9.8 തന്നെയാണ് യൂസ് ചെയ്ത്. അങ്ങനെയാണ് സൈൻ തീറ്റ ഈക്വൽ 1/2. സൈൻ തീറ്റ ഈക്വൽ 1/2 ആണ്. തീറ്റ എത്രയായിരിക്കും? 30 ഡിഗ്രി. മനസ്സിലായോ? 30. ചോദ്യം ചെയ്തത് മനസ്സിലായോ? ഇവിടുന്ന് അത് മാക്സിമം സിംപ്ലിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ 1/4 എന്ന് കിട്ടും. സൈൻ സ്ക്വയർ തീറ്റ 1/4 എന്ന് കിട്ടും. സൈൻ തീറ്റ ഇതായിട്ട്. അപ്പം
നിങ്ങൾക്ക് ഒരു കാര്യം കൂടി മനസ്സിലായി. തീറ്റയുടെ വില അല്ല ആംഗിൾ ജിന്റെ വില എപ്പോഴും 9.8 അല്ല 10 എന്നാണോ എടുക്കേണ്ടത്? അല്ല, ബ്രാക്കറ്റിൽ തന്നിട്ടുണ്ടെങ്കിൽ ജിന്റെ വില 10 എന്ന് എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ എന്ത് എടുക്കണം? ജിയുടെ വില 9.8. 9.8. Okay, is this clear? Can I hope that this question is clear to you? Yes, sir. Yes അല്ലേ? ഇത് 1/4 എന്ന് കിട്ടും. അപ്പം sin theta is equal to 1/2. Therefore theta is equal to 30 degree. ഇനി അല്ലെങ്കിൽ നമ്മളെ എലിമിനേഷൻ സ്ട്രാറ്റജി ഉപയോഗിച്ച് ഇത് രണ്ടും എലിമിനേറ്റ് ആയി പോയി. ഇതിൽ രണ്ടിൽ ഏതാന്നുള്ളത് റിവേഴ്സ് കാൽക്കുലേഷൻ ചെയ്ത് നോക്കിയാലും നമുക്ക് കിട്ടും. ഓക്കെ, ക്ലിയർ? ഈ ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് അടുത്ത ചോദ്യം എന്താ? ഇൻ ദ ക്വസ്റ്റ്യൻ നമ്പർ 56 എന്ന് പറഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ കേട്ടോ. ഓ സാർ, ഇത് ഇങ്ങനെ ചെയ്തു പോവാൻ മാത്രം സമയം ഉണ്ടാവോ? അതായത് നിങ്ങളിപ്പം പറയുന്നത് നിങ്ങള് എൻട്രൻസിന്റെ കേസിൽ ഇത്രയൊക്കെ സമയം ഉണ്ടാവോ എന്നുള്ളതാണ് അല്ലെ? അതെ സർ. ഇന്ന് എൻട്രൻസിന് നിങ്ങൾക്ക് ഫിസിക്സ് എക്സാം മാത്രമാണോ ഉള്ളത്? ആണോ? അല്ല സർ. ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി അല്ലെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് അങ്ങനെയാണ് എൻട്രൻസ് ഉണ്ടാവും അല്ലെ? യെസ് സർ. പിന്നെ ഈ ക്വസ്റ്റ്യൻ തരുന്നതിന്റെ കൂടെ തരുന്ന ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാന്നുള്ളത് നമുക്ക് തന്നിട്ടില്ലല്ലോ. ഓരോ ക്വസ്റ്റ്യനും ചെയ്യാൻ കറക്റ്റ് 1 മിനിറ്റ് സമയമൊക്കെ വേണ്ടി വരുമോ? ചില ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് വായിച്ചു നോക്കിയാൽ തന്നെ അതിന്റെ ഉത്തരം അറിയില്ലേ? ബയോളജിയിലെ ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൂടുതൽ സമയം ചെലവഴിക്കേണ്ടി വരാറുണ്ടോ? ഇല്ല. ചോദ്യം വായിച്ചു നോക്കുക, ഒന്ന് മെമ്മറിയിൽ നിന്ന് കാര്യങ്ങൾ എടുക്കുക, ഉത്തരം എഴുതുക. കെമിസ്ട്രിയിലുള്ള ചില ചോദ്യങ്ങളെ സോൾവ് ചെയ്യാനും അതേ കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കാറ് അല്ലെ? മെമ്മറിയുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മുടെ കോൺസെപ്റ്റിനെ ഒന്നുകൂടി പോളിഷ് ചെയ്യുക, എന്നിട്ട് ഉത്തരം പറയാം. വലിയ വലിയ കാൽക്കുലേഷൻ വരാറില്ലല്ലോ ബയോളജിയിലും കെമിസ്ട്രിയിലും. ബയോളജിയിൽ എന്തായാലും ഇല്ല. അപ്പൊ പിന്നെ അവിടെ നമുക്ക് കുറെ ടൈം സേവ് ചെയ്തിട്ട് ആ ടൈം ഇതാ ഇവിടേക്ക് യൂട്ടിലൈസ് ചെയ്യണം. പിന്നെ ഞാനിത് നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടല്ലേ ഇങ്ങനെ കുറെ സ്റ്റെപ്പ് മറ്റൊക്കെ എഴുതേണ്ട ആവശ്യമുള്ളത്. നിങ്ങൾ ചെയ്ത് സ്പീഡ് കൂട്ടുന്നതനുസരിച്ച് പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ കുറെ പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അങ്ങോട്ട് ചെയ്ത് നോക്കിയാൽ പോരെ? അപ്പം ചെയ്ത് സ്പീഡ് കൂട്ടണം. പിന്നെ എല്ലാ ക്വസ്റ്റ്യനും കറക്റ്റ് 1 മിനിറ്റ് സമയം എടുക്കുക എന്നുള്ളതല്ല നമ്മളുടെ എൻട്രൻസ് ക്വസ്റ്റ്യനില്. മൊത്തമായിട്ട് എഗ്രിഗേറ്റ് ആയിട്ട് എത്ര ടൈം തരും ആ ടൈമിനുള്ളിൽ തീർക്കുക എന്നുള്ളതാണ്. പിന്നെ ചിലപ്പം ജെഇക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ഒക്കെയാണ് ക്വസ്റ്റ്യന്റെ എണ്ണം കുറവും ഉണ്ടാവും. ക്വസ്റ്റ്യൻ എണ്ണം കുറവുണ്ടെങ്കിൽ കാൽക്കുലേഷൻ എന്ത് ചെയ്യാം? കുറച്ചുകൂടി ടൈം കൂടുതൽ എടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ സർ. അപ്പൊ അതൊന്നും നിങ്ങൾ ബോധർ ചെയ്യണ്ട. നിങ്ങൾ മാക്സിമം സ്പീഡിൽ ഇത് ചെയ്ത് പോവാം കേട്ടോ. ഓക്കെ സർ. അങ്ങനെയാണെങ്കിൽ അടുത്ത ചോദ്യം വാട്ട്സ് ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ? ഇൻ ദ ക്വസ്റ്റ്യൻ നമ്പർ 56 ആണ് ഈ ക്വസ്റ്റ്യനിൽ ദ മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് ബൈ ദ ബോൾ വിൽ ബി. അപ്പൊ തീറ്റ 30 ഡിഗ്രി ആണ്. അങ്ങനെയാണ് മാക്സിമം ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കവേർഡ് എന്ന് പറഞ്ഞാൽ റേഞ്ച് അല്ലേ? റേഞ്ച് എത്രയാ? r = u² sin 2θ/g അല്ലേ? ആണോ? യെസ് സർ. അപ്പൊ എത്ര കിട്ടും? 56² sin 60 divided by 9.8 അല്ലേ? sin 60 തരാം √3/2 അല്ലേ? What's your answer for this? What is your answer for this? അല്ലെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ വേറൊരു ഷോർട്ട് കട്ട് ഫോമിൽ പഠിച്ചാൽ ഓർക്കുന്നുണ്ടോ? tan theta is equal to 4h/r 4h/r എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇവിടെ 30 ഡിഗ്രി tan 30 എന്ന് പറയുന്നത് എത്രയാ? tan 30 എന്ന് പറയുന്നത് 1/√3 അല്ലേ? അല്ലേ? 4 into h എത്രയാ ഇവിടെ? h 40 അല്ലേ? അല്ലേ? അപ്പൊ അങ്ങനെ ചെയ്താലും കിട്ടും. എത്രയാ ആൻസർ? അപ്പൊ ഇതാണ് കുറച്ചുകൂടി സിമ്പിൾ അല്ലേ? അപ്പൊ ഇവിടുന്ന് r is equal to ആണെങ്കിൽ 4 h 40 ഹൈറ്റ് ഓഫ് സീലിംഗ് അല്ലേ? ഹൈറ്റ് ഓഫ് സീലിംഗ് അത്ര ഹൈറ്റിലല്ലേ ഇവർക്ക് എറിയാൻ പറ്റുള്ളൂ, ആണോ? അപ്പം 160√3 എന്നല്ലേ കിട്ടാം. Is this clear?
Yes, sir. യെസ്. അപ്പൊ നമ്മൾ കുറെ ഷോർട്ട് കട്ട് ഫോർമുലാസ് ഉണ്ടാക്കുന്നതിനോണ്ട് ഇതേമാതിരത്തെ ചില സാഹചര്യങ്ങളിൽ പെട്ടെന്ന് ആൻസറിലേക്ക് എത്താം. മനസ്സിലാവുണ്ടോ? Yes, sir. യെസ്. അപ്പൊ നിങ്ങൾ ഇതേമാതിരി ഷോർട്ട് കട്ട് ഫോർമുലാസ് ഉണ്ടാക്കാൻ നോക്കണം. ക്വസ്റ്റ്യൻസ് ചെയ്താൽ തന്നെ മനസ്സിലാവുള്ളൂ. ഞാൻ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് മാത്രം നോക്കി വെച്ചിട്ട് നിങ്ങൾ കാത്തിക്കല്ല വേണ്ട. ഓക്കെ, എൻട്രൻസ് സർവൈവ് ചെയ്യുന്നില്ലേ? ടീച്ചർമാർ ചെയ്യുന്ന ക്വസ്റ്റ്യൻസ് തന്നെ ക്വസ്റ്റ്യൻ ആൻസർ എന്താ എക്സാമിന് വന്നിട്ട് എൻട്രൻസ് കിട്ടുന്ന ആൾക്കാർ എന്ന് പറയുന്നത് വളരെ വിരളാട്ടോ. ടീച്ചർമാർ കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യും, കുട്ടികൾ കുറെ ക്വസ്റ്റ്യൻ ചെയ്തിട്ട് കുറെ ഐഡിയ ഒക്കെ ഉണ്ടാക്കി എന്നിട്ട് എൻട്രൻസ് കിട്ടുന്ന ആൾക്കാരാണ് അധികം ഉള്ളത്. ഓക്കെ, ക്ലിയർ ചെയ്യട്ടെ ഡ്രോയിങ്സ്? Yes, sir. Yes. Then we are moving over to our next question. A hiker stands on the edge of cliff 490 meter above the ground and throws a stone horizontally with a speed of 15 meter per second. The time taken by the stone to reach the ground is. അപ്പം ഇവിടെ നമ്മൾ എന്താ ചോദിച്ചത്? ഒരു ക്ലിഫ് എന്ന് പറയുമ്പം വളരെ ഹൈറ്റ് ഉള്ള ഒരു സ്ഥലം. അവിടെ നിന്ന് ഇതിന്റെ ഹൈറ്റ് 490 മീറ്റർ അല്ലേ? 490 മീറ്റർ ആണ്. അപ്പൊ h is equal to 490 മീറ്റർ ആണ്. Throws a stone horizontally with a speed of 15 meter. അപ്പം u is equal to 15 ആണ്. Time taken by the to reach the ground. ഇത് ഹൊറിസോണ്ടൽ പ്രൊജക്ടൈൽ അല്ലേ? നിങ്ങൾ ആരാ വോയിസ് മ്യൂട്ട് ചെയ്യാണ്ട് വെച്ചതാരാ? വോയിസ് മ്യൂട്ട് ചെയ്യും. അപ്പം ഇതില് നിങ്ങൾക്ക് ഇതിന് ജനറൽ ആയിട്ട് ഒരു ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. എന്താ നമ്മൾ പഠിച്ച ഫോർമുല? ടൈം ഓഫ് ഫ്ലൈറ്റ് is equal to root 2h by r. 2h by g. അങ്ങനെയാണ് റൂട്ട് ഓഫ് 2h 2 into 490 ഡിവൈഡ് ബൈ g അവിടെ 9.8 തന്നെ എടുക്കണം അല്ലേ? വെട്ടിപ്പോലെ. വാട്ട്സ് യുവർ ആൻസർ? What's your answer? TF എത്ര കിട്ടും? 10 seconds. 10 second എന്ന് കിട്ടി. ഇനി in the question number 52, അതായത് ഈ ക്വസ്റ്റ്യനിൽ the speed with which the stone hits the ground is. സ്റ്റോൺ നിലത്തേക്ക് കുത്തുന്ന സ്പീഡ്. സ്റ്റോൺ നിലത്തേക്ക് കുത്തുന്ന സ്പീഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റോൺ ഇവിടെ എത്തിയിട്ട് ഇങ്ങനെ ഒരു u വെലോസിറ്റിയിലാണ് നിലത്ത് കുത്തുക അല്ലെ? അല്ല, v വെലോസിറ്റിയിലാണ് നിലത്ത് കുത്തുക. ആ വിക്ക് രണ്ട് കമ്പോണന്റ് ഉണ്ടാവില്ലേ? vx ഉണ്ടാവും, vy ഉണ്ടാവും. ഉണ്ടാവൂലേ? ഉണ്ടോ? Yes, sir. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ കേസിൽ vx is equal to u എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? വെലോസിറ്റി നെക്സ്റ്റ് ഡയറക്ഷൻ മാറ്റം ഉണ്ടാവില്ലല്ലോ. ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിൽ vx എന്ന് പറയുന്ന u ആണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. vy is equal to എന്താ പഠിച്ചത്? uy എന്താണ്? v is equal to u plus at ആണെങ്കിൽ vy equal to uy minus അപ്പം എന്ത് കിട്ടും? vy is equal to gt എന്നും പഠിച്ചിട്ടുണ്ട് അല്ലേ? ഉണ്ടോ? ഹൊറിസോണ്ടൽ പ്രൊജക്ടൈലിന്റെ കാര്യങ്ങൾ ഒന്നുകൂടി വിശദമായി ഒന്ന് നോക്കുകയാണെങ്കിൽ vx is equal to u എന്നും vy equal to gt എന്നുള്ള ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ vx is equal to u, u ഇവിടെ എത്രയാ? 15. vy is equal to gt എത്രയാ? നമുക്ക് 9.8 into t എന്നൊക്കെ എഴുതേണ്ടി വരും അല്ലേ? 9.8 into 10 ആണെങ്കിൽ 98 അല്ലേ? ആണോ? അപ്പം നമുക്ക് v കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞ അതേ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട് v കണ്ടുപിടിക്കണമെങ്കിൽ v is equal to ആണ് റൂട്ട് ഓഫ് vx സ്ക്വയർ പ്ലസ് vy സ്ക്വയർ അല്ലേ? ആണോ? റൂട്ട് ഓഫ് vx സ്ക്വയർ പ്ലസ് vy സ്ക്വയർ. ഇനി നമ്മൾ കോമൺ സെൻസ് ഒക്കെ ഉപയോഗിക്കാം. റൂട്ട് ഓഫ് എന്ത്? 15 സ്ക്വയർ പ്ലസ് 98 സ്ക്വയർ. എന്തായാലും 15 സ്ക്വയർ പ്ലസ് 98 സ്ക്വയറിന്റെ റൂട്ട് എന്ന് പറയുന്നത് 98നേക്കാൾ വലുതായിരിക്കും അല്ലേ? അപ്പം 98നേക്കാൾ വലിയ ഓപ്ഷൻ ഏതാ അതിലുള്ളത്? 15 പറ്റുമോ വെച്ചിട്ടുണ്ടെങ്കിൽ പറ്റില്ല, ഉറപ്പാ. ഇതിന്റെ ആൻസർ എന്തായാലും 15 വരില്ല. 90 വരുമോ വെച്ചിട്ടുണ്ടെങ്കിൽ വരില്ല. കാരണം 15 സ്ക്വയർ പ്ലസ് 98 സ്ക്വയർ എന്തായാലും 98നേക്കാൾ വലുതായിരിക്കും. അപ്പൊ ഏതാ ആൻസർ ഉള്ളത്? 99. ചെയ്ത് നോക്കിയാലും ആൻസർ ഇട്ടാൽ മതി കേട്ടോ.
അപ്പം ദിസ് ഇസ് യുവർ ആൻസർ. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? Are you having any confusion in this question? No, sir. അങ്ങനെയാണ് അടുത്ത ചോദ്യം നോക്ക്. അടുത്ത ചോദ്യം. Let me clear all these drawings. Clear ചെയ്യട്ടെ? Yes, sir. Clear ചെയ്യട്ടെ? ഉറപ്പല്ലേ? Yes, sir. Yes. അങ്ങനെയാണെങ്കിൽ two balls are projected at an angle of theta and 90 minus theta to the horizontal with a speed. The ratio of their maximum vertical height is. രണ്ട് ബോളിനെ പ്രൊജക്ട് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ആംഗിളിൽ? തീറ്റ ആംഗിളിലും 90 മൈനസ് തീറ്റ ആംഗിളിലും അല്ലെ? ദ റേഷ്യോ ഓഫ് ദർ മാക്സിമം വെർട്ടിക്കൽ ഹൈറ്റ്. വെർട്ടിക്കൽ ഹൈറ്റിന്റെ റേഷ്യോ ആണ് ചോദിച്ചത്. അപ്പം h1/h2 ആണ് ചോദിച്ചിരിക്കുന്നത്. h കണ്ടുപിടിക്കാനുള്ള ജനറൽ റിലേഷൻ എന്താ? h is equal to u square sin square theta divided by 2g. ഓർമ്മല്ലേ? ഓർമ്മണ്ടോ? Yes, sir. ഇവിടെ ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മാത്രമല്ലേ മാറ്റിയിട്ടുള്ളൂ, വേറൊന്നും മാറ്റിയിട്ടില്ലല്ലോ. ആംഗിൾ ഓഫ് പ്രൊജക്ഷൻ മാത്രമല്ലേ മാറ്റിയിട്ടുള്ളൂ. അങ്ങനെയാണ് h പ്രൊപ്പോർഷണൽ ടു സൈൻ സ്ക്വയർ തീറ്റ എന്ന് എഴുതുന്നതിനോട് തെറ്റുണ്ടോ? തെറ്റുണ്ടോ? കാരണം യും ജിയും 2 ഒക്കെ കോൺസ്റ്റന്റ് ആണ്. അതുകൊണ്ട് h1/h2 is equal to sin square theta 1 divided by sin square theta 2 എന്ന് എഴുതുന്നതിനോട് തെറ്റുണ്ടോ? തെറ്റുണ്ടോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ സൈൻ സ്ക്വയർ ഫസ്റ്റത്തെ ആംഗിൾ തീറ്റയാണ്. അപ്പൊ സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ സൈൻ സ്ക്വയർ 90 മൈനസ് തീറ്റ എന്ന് എഴുതിക്കൂടെ? ഇവിടെ തീറ്റ 1 പകരം തീറ്റ എന്ന് കൊടുക്കണം. രണ്ടാമത്തെ ആംഗിൾ എന്താ? 90 മൈനസ് തീറ്റ ആണ്. അപ്പൊ തീറ്റ 2 പകരം 90 മൈനസ് തീറ്റ എന്ന് കൊടുത്തു. കുഴപ്പമുണ്ടോ? സൈൻ 90 മൈനസ് തീറ്റ എന്താ? കോസ് തീറ്റ ആണ്. അപ്പൊ സൈൻ സ്ക്വയർ 90 മൈനസ് തീറ്റ കോസ് സ്ക്വയർ തീറ്റ. അപ്പം ഇത് സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്ന് കിട്ടും. സൈൻ സ്ക്വയർ തീറ്റ ഡിവൈഡ് ബൈ കോസ് സ്ക്വയർ തീറ്റ എന്താ? ടാൻ സ്ക്വയർ തീറ്റ അല്ലേ? ആണോ? അപ്പം എന്ത് കിട്ടി? അപ്പം h1/h2 is equal to tan square theta എന്ന് കിട്ടി. കിട്ടിയോ? അങ്ങനെയാണ് റേഷ്യോ ഏതാ? പറയേ. h1:h2 എന്ന് പറയുന്നത് tan square theta is to 1 അല്ലേ? ആണോ? Yes, sir. അപ്പം ഓപ്ഷൻ ഡി ക്ലിയർ ആണോ? ക്ലിയർ ആണോ? Yes, sir. Yes. Let me clear all these drawings. Drawings clear ചെയ്യട്ടെ. അപ്പൊ ഇതൊന്ന് ഓർത്ത് വെച്ചോണ്ട് കേട്ടോ. തീറ്റ ആംഗിൾ 90 മൈനസ് തീറ്റ ആംഗിളും പ്രൊജക്ട് ചെയ്യുമ്പം അതിന്റെ കേസിൽ എന്ത് കിട്ടും? h1/h2 എന്ന് പറയുന്നത് ടാൻ സ്ക്വയർ തീറ്റ is to 1 എന്നും കിട്ടും. അതൊന്ന് ഓർത്ത് വെച്ചോണ്ട് കേട്ടോ. കുഴപ്പമില്ലല്ലോ? കുഴപ്പമുണ്ടോ? No, sir. Let me clear all the drawings. Yes, sir. Yes. അടുത്തതായിട്ട് ഇത്രയാ ക്വസ്റ്റ്യൻ ഉള്ളത്. ഈ സെഷനിൽ ഇത്ര ക്വസ്റ്റ്യൻ ആണുള്ളത്. അപ്പം ഇതിന്റെ PDF ഞാനിപ്പോ നിങ്ങൾക്ക് സെൻഡ് ചെയ്യാം. ഇതിൽ തന്നെ ഇടാം, ഗ്രൂപ്പിൽ ഇടാം. ഓക്കെ? വേണ്ട നോട്ട്സ് ഉണ്ടാക്കി വെച്ചോണ്ടി. അങ്ങനെയാണെങ്കിൽ we are stopping this class.